BPD അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അടുത്തതിലേക്ക് പെട്ടെന്ന് ചാടിപ്പാനുള്ള സാധ്യതയുണ്ടോ? ഇത് റിലേറ്റഡ് ആയിട്ട് കുറെ വീഡിയോസും കമന്റ്സും ഒക്കെ ഇപ്പൊ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ട് BPDയുടെ സിംറ്റംസ് ആദ്യം ഒന്ന് നോക്കാം. റിലേഷൻഷിപ്പിൽ അവഗണിക്കപ്പെടുന്നു, ഉപേക്ഷിക്കപ്പെടുന്നു, പ്രയോറിറ്റി ഇല്ല, അങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള ചിന്തകളും അത് കാരണമുള്ള ദേഷ്യവും വിഷമവും ഒക്കെ തുടർച്ചയായിട്ട് വരിക. അൺസ്റ്റേബിൾ ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഇമ്പൾസിവിറ്റി, അതായത് വളരെ പെട്ടെന്ന് എടുക്കുന്ന അപകടകരമായിട്ടുള്ള തീരുമാനങ്ങൾ, ക്യാഷ് സ്പെൻഡ് ചെയ്യുക, മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുക, അപരിചിതരുമായിട്ട് സെക്ഷൽ ബന്ധങ്ങളെ സ്ഥാപിക്കുക, റാഷ് ഡ്രൈവിങ്, അങ്ങനെ പോകും. റീസൺ ഇല്ലാതെ സൂയിസൈഡ് അറ്റംപ്റ്റ്, അതേപോലെ സെൽഫ് ഹാമിങ് ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. ഭൂരിപക്ഷ സമയവും ഈ ആൾക്കാരുടെ മനസ്സ് ശൂന്യമായിരിക്കും. നിയന്ത്രണാതീതമായിട്ടുള്ള ദേഷ്യം വരുന്നവരുമുണ്ട്. അതേപോലെ ഡിസോസിയേറ്റീവ് എക്സ്പീരിയൻസ്, ഈ ലോകത്ത് തന്നെയാണോ താനെന്ന തോന്നൽ വരുന്നവരും ഉണ്ട്. ഇതെല്ലാം ജനറൽ സിംറ്റംസ് ആണ് പറയുന്നത്. എല്ലാവർക്കും ഇതെല്ലാം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒളിച്ചോടുന്നവരെക്കാട്ടി കൂടുതൽ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് കയ്യും കാലും പിടിച്ച് കരയുന്നവരുടെ എണ്ണം ആയിരിക്കാം മേ ബി കൂടുതൽ. ഇതിൽ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന ലക്ഷണത്തിന്റെ അണ്ടറിലാണ് ഈ ഒന്ന് കളഞ്ഞിട്ട് സ്വിച്ച് ഇട്ട പോലെ അടുത്തയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത. പക്ഷെ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരുടെ, അതായത് BPD ഉള്ളവരുടെ വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കി അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന മാനിപ്പുലേറ്റേഴ്സിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കാം. അല്ലാതെ ആത്മാർത്ഥ പ്രണയമായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ 24 അവർ ഇവരുടെ ഇമോഷണൽ ഇഷ്യൂസ് എല്ലാം കൺസിഡർ ചെയ്ത് കൂടെ നിൽക്കുന്ന പാർട്ട്ണറിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഈ ഗ്യാപ്പിൽ 1-2 മണിക്കൂർ ഇന്ററാക്ട് ചെയ്യുന്ന ആളിന് അവർക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും, സമയം കുറവല്ലേ. അങ്ങനെ ഗ്രാജുവലി നിലവിലെ പാർട്ട്ണറിന്റെ കുറ്റങ്ങളിലേക്ക് ഈ വ്യക്തികളുടെ മൈൻഡ് ഫോക്കസ് ആകുകയും പുതിയ ആളിന്റെ പോസിറ്റീവിലേക്ക് ഫോക്കസ് ആകുകയും ചെയ്യും. ഇത് രണ്ടും ഒരേ സമയമാണ് നടക്കുന്നത്. അതുകൊണ്ടിട്ടാണ് വളരെ പെട്ടെന്ന് പുതിയ ഒരാളിലേക്ക് പോകുന്നത്. ഈ കൊണ്ടുപോകുന്ന ആൾ നന്മകരമാകാനായിട്ടുള്ള സാധ്യത വളരെ വിരളമാണ്. അങ്ങനെ ഉണ്ടാകത്തില്ല എന്നല്ല പറയുന്നത്, എന്നാലും വളരെ സാധ്യത കുറവാണ് ഈ സിറ്റുവേഷനിൽ. ഇങ്ങനെ സ്വിച്ചിങ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 മാസം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ വ്യക്തികളുടെ ലൈഫ് മുന്നോട്ട് പോകും. അതിനുശേഷം പണ്ടുണ്ടായിട്ടുള്ള സെയിം പ്രശ്നങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാം. ചില പ്രശ്നങ്ങൾക്ക് ആവശ്യം പ്രണയമല്ല, ചികിത്സയാണ്. ഇത് ഒരുവിധം മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്.